ഈ ജുഡീഷ്യൽ ആക്ടിവിസം കൂടുന്നു എന്ന് പറഞ്ഞ പരാതികളുമുണ്ട് ഈ ഭരണഘടന. അതനുസരിച്ച് അവരുടെ ആക്ടിവിസം കൂടുകയും ചെയ്യുന്നു. അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ? ഗവർണർക്കും പ്രസിഡന്റിനും വരെ കൂച്ചുവലങ്ങിട്ടിരിക്കുകയാണ്. ഇത്ര ദിവസത്തേക്കകം പാസ്സാക്കിയിരിക്കണം. Who are you? You are an unelected man. Who gave you powers? The Constitution gave you powers. And Constitution is made by the Parliament. Constitution Assembly ചർച്ച ചെയ്ത് ഭരണഘടനയാക്കി പിന്നെ അത് ജനങ്ങൾക്ക് സമർപ്പിച്ചു. We the people. ജനങ്ങളുടെയാണത്. ജനങ്ങളാണ് ഫൈനൽ അതോറിറ്റി. നിങ്ങൾ എപ്പോഴെങ്കിലും ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ കണ്ണാടി കൂട്ടിലിരിക്കുന്നതല്ലാതെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. തെരഞ്ഞെടുത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന നിയമം ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങളിരിക്കുന്നു. മാത്രമല്ല അവരെ ശാസിക്കുന്നു, അവരെ ശിക്ഷിക്കുന്നു, അവർക്ക് കൂച്ചുവലം കിടുന്നു. വാട്ട് ഈസ് ദിസ്? ഇതൊന്നും തന്നെ ഭരണഘടനയിൽ എൻവിസേജ് ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഈ കേസുകൾ കേൾക്കാൻ പാടില്ല. ഇനി അഥവാ കേൾക്കുകയാണെങ്കിൽ മറ്റ് 120 കേസുകളും കേൾക്കണം. അത് ആദ്യം കേൾക്കണം. ബിക്കോസ് അവർ നേരത്തെ വന്നിട്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു വിട്ട ആൾക്കാരാണ്. അവരുടെ കാര്യം ആദ്യം കേൾക്കണം. പിന്നീടാണല്ലോ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ഈ അമെൻമെൻ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേസുമായിട്ട് വന്നവരാണ് അവരെ ഹൈക്കോടതിയിൽ പറഞ്ഞു വിട്ടത് എന്തിനാ? എന്നിട്ട് നിങ്ങൾ അമെൻമെൻറ്റ് സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നു. ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ദിസ്? അതാണ് ഞാൻ പറഞ്ഞത്. ദെയർ ഈസ് എ സീരിയസ് പ്രൊസീജിയറൽ ലാപ്സ് ഹാപ്പനിങ് ഇൻ സുപ്രീം കോർട്ട്.